ഒരു ജനതയുടെ മൊത്തം കായിക സ്വപ്നങ്ങൾ കുതിക്കുന്ന ട്രാക്കിലാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ കൊടുമൺ EMS സ്റ്റേഡിയത്തിൽ. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏക സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയം കൂടിയാണ് കൊടുമൺ EMS സ്റ്റേഡിയം. കിഫ്ബിയിലൂടെ ഈ നാട്ടിൽ കൊണ്ടുവന്ന വലിയൊരു മാറ്റം, അതിൻ്റെ ഉത്തരം തന്നെയാണ് ഈ കൊടുമൺ EMS സ്റ്റേഡിയം എന്ന് പറയുന്നത്. 15 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് ഇവിടെ കൊടുമൺ പഞ്ചായത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കോട് കൂടിയ ഒരു സ്റ്റേഡിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ എന്നെ ഇവിടെയാണ് പ്രാക്ടീസിന് വരുന്നത്. ഇത് നല്ല സ്റ്റേഡിയമാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല വൃത്തിക്ക് പ്രാക്ടീസിന് വരാനൊക്കെ നല്ല സ്റ്റേഡിയമാണ്. ഡെയിലി ഇവിടെയാണ് പ്രാക്ടീസിന് വരുന്നത്. നല്ല സ്റ്റേഡിയമാണ്. എല്ലാവരും CPO അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും ഇവിടെയാണ് പ്രാക്ടീസിന് വരുന്നത്. അതുമാത്രമല്ല ഇവിടെ ആണെങ്കിൽ ഓരോ റേസിങ്ങും മീറ്റും എല്ലാം നടക്കുന്ന സ്റ്റേഡിയമാണ്. നല്ലൊരു വലിയ സ്റ്റേഡിയമാണിത്. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു സ്റ്റേഡിയം പത്തനംതിട്ട ജില്ലയിൽ വരേണ്ടത് അത്യാവശ്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ എന്തെങ്കിലും സ്കൂൾ മീറ്റൊക്കെ വരുവാണെങ്കിൽ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഉള്ള ഫെസിലിറ്റി എല്ലാം അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഡ്രസ്സ് ചെയ്യാനാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാ സൗകര്യം, ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാം ചിന്നിങ് അടിക്കാനാണെങ്കിലും നമുക്കല്ലാതെ ഗെയിമിംഗ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ് ഈ സ്റ്റേഡിയം, ഈ ട്രാക്ക് എന്നൊക്കെ പറയുന്നത്. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കായിക സ്വപ്നങ്ങൾക്ക് അവരുടെ സ്വപ്നത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ കുറച്ച് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച EMS സ്പോർട്സ് അക്കാദമി, അതിലൂടെ നിരവധി കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭിമാന നിമിഷത്തിൽ കൂടിയാണ്. നാഷണൽ അവാർഡ് കിട്ടിയ കായിക താരങ്ങൾ ഉൾപ്പെടെ ഈ സ്റ്റേഡിയത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സിന്തറ്റിക് സ്റ്റേഡിയമാണ് കൊടുമൺ EMS സ്റ്റേഡിയം. ഒന്നാം പിണറായി ഗവൺമെൻറ് 15 ലക്ഷം രൂപ ഈ സ്റ്റേഡിയം ഈ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്ക് വകയിരുത്തി, ഒന്നാമത്തെ ബഡ്ജറ്റിൽ വകയിരുത്തി ചെലവഴിച്ചാണ് ഇപ്പം ഈ സ്റ്റേഡിയം ഈ നിലയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത്. ഇവിടെ EMS സ്പോർട്സ് അക്കാഡമി വളരെ സൗജന്യമായിട്ട് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. അവധി സമയങ്ങളിലെല്ലാം തന്നെ ആ അക്കാഡമിയും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടത്തിപ്പോരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്ത് ആദ്യം പറയുന്നത് കൊടുമൺ സ്റ്റേഡിയം. ഇവിടെ തന്നെ ഈ കഴിഞ്ഞ അഗ്നിവീർ അടക്കമുള്ള മറ്റു സ്റ്റേറ്റിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ പങ്കെടുക്കാൻ വന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കൊടുമൺ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ സ്റ്റേഡിയം ഞങ്ങളുടെ കാലയളവിൽ ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഒരു ചാമ്പ്യൻഷിപ്പിന് പോകുമ്പം ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് നേരത്തെ കിട്ടുന്നത് എപ്പോഴും അത്ലറ്റ്സുകൾക്ക് ബെനിഫിറ്റ്സ് ആണ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഈ കൊടുമൺ സ്റ്റേഡിയം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തന്നെ ഇപ്പം ജില്ലയിൽ 20 പേര് സെൻറ്റ് ജോൺസ്, അതുപോലെ തന്നെ ഇപ്പം റിജിൻ കോച്ച്, ആ 2 പേരും ഈ സ്റ്റേഡിയം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുള്ള ഒരു റിസൾട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതുപോലുള്ള കുട്ടിത്താരങ്ങളുടെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഒരിടം കൂടിയാണ് ഇന്ന് കൊടുമൺ EMS സ്റ്റേഡിയം. നിരവധി ചാമ്പ്യൻഷിപ്പുകൾക്കാണ് ഈ സ്റ്റേഡിയം വേദിയാകുന്നത്. സ്കൂൾ മീറ്റിനൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, കായിക താരങ്ങൾക്കൊക്കെ ഒരു ബോണസ് എക്സ്പീരിയൻസ് കൂടിയാണ് ഇവിടുത്തെ പ്രാക്ടീസിംഗ് സെഷൻ. അങ്ങനെ ഒരു നാട് വികസനത്തിന്റെ ട്രാക്കിലൂടെ അങ്ങനെ യാത്ര തുടരട്ടെ. നാട്ടുവണ്ടി ഒരു വോട്ട് യാത്രയും യാത്ര തുടരുകയാണ്. കൂടെ കൂടിക്കോ.